പവർ റൂം നിർത്തലാക്കിയെന്നും പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ പ്രമോയാണ് വന്നിട്ടുള്ളത്. പവർ റൂം കൺസെപ്റ്റ് വേണോ എന്നുള്ളതാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സിജോ പറയുന്നുണ്ട് ഈ നോമിനേഷൻ ഫ്രീ എന്നുള്ള സംഭവം ആവശ്യമില്ല എന്നുള്ളത്. റസ്മിൻ പറയുന്നുണ്ട് പവർ റൂം വേണ്ട എന്നുള്ളത്. ഇത് പലരും മിസ്യൂസ് ചെയ്യുകയാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കേണ്ടത്. ജാസ്മിൻ പറയുന്നതിന് ഈ ഒരു പവർ റൂം കാരണം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കളികൾ നടക്കുന്നില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൻസിബ പറയുന്നുണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് പവർ റൂം എന്നൊക്കെ. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇന്ന് പവർ റൂം കോൺസെപ്റ്റ് നിർത്തലാക്കുമ്പോൾ പണി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഡെൻ ടീമിനാണ്. ജിൻഡോയ്ക്കും അർജുനും ശ്രീധുനും തന്നെയാണ്. ഒരുപാട് പാടുപെട്ടിട്ടായിരുന്നു അവർ ടാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ചലഞ്ചിങ് ടാസ്ക് എല്ലാം ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പവർ റൂമും ഇല്ല, നോമിനേഷൻ ഫ്രീ ഒന്നും കൊടുക്കാത്തത് ശരിക്കും പറഞ്ഞാൽ മോശം തന്നെയാണ്. ശ്രീധു ആണെങ്കിൽ പാവം പവർ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. താമരബെഡിൽ കിടക്കണം എന്നൊക്കെ ശ്രീധു പറയാറുണ്ടായിരുന്നു. എന്തായാലും ശ്രീധുവിന് പണി കിട്ടിയെന്ന് പറയാം. പവർ റൂം കോൺസെപ്റ്റ് എടുത്ത് കളയണത് തന്നെയാണ് നല്ലത്. പക്ഷേ ഈ പ്രാവശ്യം ഇവർ ജയിച്ചതല്ല. അപ്പോൾ ഈ പ്രാവശ്യം കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം തൊട്ട് കളയുമായിരുന്നു നല്ലത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?